പ്രിയമുള്ളവരെ, ഷാലോം നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ച ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യം കൂടെയാണ് നമ്മൾ ശ്രവിക്കുന്നത്. എൻ്റെ പേര് മഞ്ജു. ഞാൻ സൗദി അറേബ്യയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ഞാൻ 2024 ഫെബ്രുവരിയിൽ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയതിന് ശേഷം 3 മാസത്തോളം ഡിപ്രഷൻ സ്റ്റേജിൽ ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. അപ്പോഴാണ് മെയ് മാസത്തിലെ നൈറ്റ് വിജിൽ ശുശ്രൂഷ ഓൺലൈനിൽ കൂടി ഞാൻ പ്രാർത്ഥിച്ചത്. അത് പന്തക്കുസ്തായ്ക്ക് മുമ്പുള്ള നൈറ്റ് വിജിൽ ആയിരുന്നില്ല. അച്ഛൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് വിശദീകരിച്ചു. അന്നു മുതൽ ഞാൻ പരിശുദ്ധാത്മാവേ വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, അന്നു മുതൽ ഞാൻ ഉറങ്ങുവാൻ തുടങ്ങി. ഡിപ്രഷൻ മാറി. എനിക്ക് ദൈവം തന്ന ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി, സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ശക്തമായി കരമടിച്ച് നമുക്ക് കർത്താവിനൊന്ന് നന്ദി പറയാം. ആ സഹോദരി നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ 3 മാസത്തോളം ഡിപ്രഷനായിട്ട് ഉറങ്ങാൻ പറ്റാത്ത സഹോദരി നൈറ്റ് വിജിൽ ശുശ്രൂഷ ഓൺലൈനിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായ രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കാം. ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുന്ന സമയമാണ്. നമുക്ക് കൊണ്ട് ഒത്തിരി നിയോഗങ്ങൾ, ആവശ്യങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ശാലോമിലേക്ക് നമ്മൾ ഇമെയിലൂടെയും വാട്സപ്പിലൂടെയും ലെറ്ററിലൂടെയും ധാരാളം റിക്വസ്റ്റുകൾ അയച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന വിവിധ മീഡിയയിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്. ദൈവം അത്ഭുതം ചെയ്യും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. 2 കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ആ കുടുംബത്തിൻ്റെ മാത്രമല്ല, ആ സഹോദരിയുടെ പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല അവൻ ഉത്തരം നൽകുന്നത്. എൻ്റെയും നിൻ്റെയും പ്രാർത്ഥനയ്ക്ക് രാത്രിയിൽ ദൈവം ഉത്തരം നൽകും. വിശ്വാസത്തോടെ കരമുയർത്തി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ഈശോ മഹത്വത്തോടുകൂടി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരുങ്ങാം. എല്ലാവർക്കും മുട്ടിന്മേൽ നിന്ന് കണ്ണുകളടച്ച് കരങ്ങളൊന്ന് കൂപ്പാം. ദൈവം കടന്നു വരുന്ന സമയമാണ്. യേശയ്യാ 40:28 വചനം പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്കറിഞ്ഞുകൂടെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെ സൃഷ്ടാവാണ്. അവിടുന്ന് തളരുകയോ ക്ഷീണിക്കുകയില്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. അവിടുന്ന് തളർന്നവന് ബലവും ദുർബലന് ശക്തിയും നൽകുന്നു. ചെറുപ്പക്കാർ പോലും ശക്തിയേറ്റ് വീണേക്കാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. പ്രിയമുള്ളവേ, നിത്യനായ ദൈവം, സർവശക്തനായ ദൈവം, ഇതാ ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ അധിപൻ ഈ അൾത്താരയിലേക്ക് ദിവ്യകാരുണ്യമായി ഇറങ്ങി വരിക. നമുക്ക് അവനെ ഒന്ന് ചേർന്ന് പാടി ആരാധിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയർത്തി ആദരപൂർവ്വം ശിരസ്സ് വണങ്ങി കരമുയർത്തി കരവീശുന്ന എന്നേശുവേ രണ്ട് കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയർത്താം.
ജീവിക്കുന്ന ദൈവമിതാ സർവമഹത്വത്തോടെ ഇറങ്ങി വന്നിരിക്കുന്നു. മാലാഖമാർ വിശുദ്ധന്മാർ ആരാധിക്കുന്ന പരമപരിശുദ്ധൻ സർവശക്തനായ ദൈവം കരമുയർത്തി ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഈശോയെ ഉറ്റുനോക്കി യേശുവേ എന്ന് വിളിച്ചൊന്ന് ആരാധിക്കാമോ? നമ്മുടെ ജീവിതങ്ങളിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക് യേശു കടന്നു വരട്ടെ. പ്രിയമുള്ളവരെ, അവനെ വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ചേർന്ന് പാടി ആരാധിക്കാം. ഞാൻ സമർപ്പിക്കും നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഗീതം പോലെ എന്നെ നടത്തണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. സകല പാപങ്ങളുടെയും ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമേറ്റ് സ്തുതിക്കട്ടെ. യേശുവേ, 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 ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിത്യം സ്തുതിയോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഞങ്ങളുടെ മധ്യേ ജീവിച്ചു വാഴുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് പറയുന്നു, എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതമെന്ന്. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഒരു നല്ല ക്രൈസ്തവന് ഉതകുന്ന ജീവിതചര്യയാണ് 1 തെസ്സലോനിക്ക 5:16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. നമുക്ക് നമ്മുടെ കരങ്ങൾ അല്പം യാചനാപൂർവ്വം ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. എന്നിട്ട് ഈശോയോട് പറഞ്ഞേ, വലിയ വിശ്വാസത്തോടെ പറഞ്ഞേ, ഈശോയെ, വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഈ ജീവിതചര്യയെ പിന്തുടരുവാൻ, അത് ജീവിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ. എല്ലാ തിന്മകളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് പ്രാർത്ഥിച്ചേ. എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കുന്ന കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. ഇടവിടാതെ പ്രാർത്ഥിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. യേശുവാണ് ഏകസത്യ ദൈവമെന്ന് പ്രഘോഷിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. സ്വരമുയർത്തി, കരമുയർത്തി നമുക്കെല്ലാവർക്കും ദിവ്യകാരുണ്യ യേശുവിനെ, യേശുനാഥനെ, നമ്മുടെ രക്ഷകനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന.
യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ 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 ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവാണ് ഈ രാത്രി പ്രാർത്ഥന ശുശ്രൂഷയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഗതി നിർണ്ണയിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടി മാത്രമേ ക്രിസ്തു ഏകസത്യ ദൈവമാണ് എന്ന് പ്രഘോഷിക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ഈ രാത്രി പ്രാർത്ഥനയിൽ സജീവമായിട്ട് സംബന്ധിക്കുവാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് യേശുനാഥനിലൂടെ നമുക്ക് ഉത്തരങ്ങൾ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തിന്മയുടെ എല്ലാ ശക്തികളെയും ഉപേക്ഷിക്കുവാനായിട്ട് ഹൃദയം കൊണ്ട് നമുക്കും തീരുമാനമെടുക്കാം. നമുക്കെല്ലാവർക്കും പാപത്തെ വെറുക്കുവാൻ, പിശാചിനെ വെറുക്കുവാൻ, തിന്മയുടെ അതീശ ശക്തികളെ വെറുക്കുവാൻ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള നാരകീയ ശക്തികളെ വിട്ടുപേക്ഷിക്കുവാനായിട്ടുള്ള കരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി, വലിയ നിറവിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ നിമിഷം അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഇരു കൈകളും ഉയർത്തിപ്പിടിച്ച് ഉറക്കെ ഏറ്റു ചൊല്ലുക കേട്ടോ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. തിന്മയെ വെറുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ ബന്ധനങ്ങളുടെ കെട്ടുകൾ അഴിയുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, ഒരു പുത്തൻ പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, നിത്യസഹായകനായ ദൈവമേ, ഞങ്ങളുടെ മേൽ വന്നു നിറയണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ അയൽവാസികളെയും ബന്ധുമിത്രാദികളെയും അഭിഷേകം ചെയ്യണമേ. ഓ പരിശുദ്ധാത്മാവേ, നിത്യസഹായകനായ ദൈവമേ, സ്ലീഹന്മാരിൽ വന്ന് നിറഞ്ഞപ്പോൾ, പരിശുദ്ധ അമ്മയിൽ വന്ന് നിറഞ്ഞപ്പോൾ, തിരുസഭയിലെ ഓരോ മക്കളുടെയും മേൽ വന്ന് നിറഞ്ഞതുപോൽ, ഈ രാത്രിയിൽ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും അഭിഷേകമായി വരമഴയായി ഞങ്ങളുടെ മേലും വന്നു നിറയണമേ. പാപബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. പാപച്ചങ്ങലയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. സാത്താന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും കാത്തു സംരക്ഷിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും, സകല നാരകീയ ശക്തികളിൽ നിന്നും സമ്പൂർണ്ണ വിടുതലും സമ്പൂർണ്ണ മോചനവും നൽകണമേ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലെ ജഡികാസക്തികളിൽ നിന്നും, തഴക്കദോഷങ്ങളിൽ നിന്നും, സാത്താന്റെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും, പാപക്കറകളിൽ നിന്നും, ദുഷ്പ്രേരണകളിൽ നിന്നും ഞങ്ങൾക്ക് സമ്പൂർണ്ണ വിടുതൽ നൽകണമേ. യേശു മാത്രമാണ് ഞങ്ങളുടെ രക്ഷകനെന്നും, യേശു മാത്രമാണ് ഞങ്ങളുടെ നിയന്താവെന്നും, യേശു മാത്രമാണ് ഞങ്ങളുടെ പരിപാലകനെന്നും, യേശു മാത്രമാണ് ഞങ്ങളുടെ രാജാവെന്നും അധരം കൊണ്ടും ജീവിതം കൊണ്ടും ഏറ്റുപറയുവാനുള്ള ശക്തിയും തീക്ഷ്ണതയും ഞങ്ങൾക്ക് നൽകണമേ. രോഗസൗഖ്യം നൽകണമേ. ജീവിത ക്ലേശങ്ങളിൽ ഞങ്ങളോടൊപ്പമായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഭാരമേറിയ നുകങ്ങളെ വഹിക്കുവാനുള്ള ശക്തി നൽകി ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ വിളിച്ച് ആരാധിച്ച് സകല പാപബന്ധനങ്ങളിൽ നിന്നും നാരകീയ ശക്തികളിൽ നിന്നും നമുക്ക് വിടുതൽ നൽകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ ആരാധിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ നുകവും തകർന്നു പോകും. ചേർന്ന് പഠിക്കേ. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും. സന്തോഷത്തോടെ അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ നുകവും തകർന്നു പോകും. ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും. കരങ്ങൾ ഉയർത്തി. അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. സന്തോഷത്തോടെ അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. എല്ലാം മറന്ന് അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ചലിക്കുന്ന പ്രാണികൾ പോൽ ശക്തി ലഭിക്കും, ജീവൻ പ്രാപിക്കും. ജ്വലിക്കുന്ന തീപന്തം പോൽ കത്തിപ്പടരും അഭിഷേകത്താൽ. ചലിക്കുന്ന പ്രാണികൾ പോൽ ശക്തി ലഭിക്കും, ജീവൻ പ്രാപിക്കും. ജ്വലിക്കുന്ന തീപന്തം പോൽ കത്തിപ്പടരും അഭിഷേകത്താൽ. ചാവാറായ ശേഷിപ്പുകൾ എഴുന്നേൽക്കും, പുതുജീവനാൽ സ്തുതിച്ചാത്തുപാടും. ചാവാറായ ശേഷിപ്പുകൾ എഴുന്നേൽക്കും, പുതുജീവനാൽ സ്തുതിച്ചാത്തുപാടും. അഭിഷേകം, സ്തോത്രം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആനന്ദത്തോടെ അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവേ, വലിയ അഭിഷേകം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിന്മയുടെ ശക്തികൾ അഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ വിടുതൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപബന്ധനങ്ങളിൽ വിടുതൽ ഉണ്ടാകട്ടെ. നിമിഷം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും വരങ്ങളാലും ജനമെല്ലാം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 കരകൾ
കൂപ്പി ശിരസ് നമിച്ച് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഈശോനാഥൻ ഈ രാത്രിയിൽ നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്, ഒരു വാഗ്ദാനമാണ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുവചനം. നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും യേശുവിലേക്ക് അയക്കാം. ഈശോയെ എന്ന് കൺകുളിർക്ക് കണ്ടു നോക്കിക്കേ. ഈശോയെ കണ്ണു തുറന്ന് കണ്ടുകൊണ്ട് ഈ നിമിഷം നമ്മൾ വഹിക്കുന്ന ജീവിതത്തിലെ ഓരോ വേദനകളും സഹനങ്ങളും ഈശോയോട് ഒന്ന് അക്കമിട്ട് നിരത്തി പറഞ്ഞ്, എൻ്റെ ഈശോയെ, ഇതൊക്കെയാണ് എൻ്റെ വേദനകൾ, ഇതൊക്കെയാണ് എൻ്റെ ബുദ്ധിമുട്ടുകൾ, എൻ്റെ തകർച്ചകൾ ഇതൊക്കെയാണ്, എൻ്റെ സങ്കടങ്ങൾ ഇതൊക്കെയാണ്, എൻ്റെ ക്ലേശങ്ങൾ ഇതൊക്കെയാണെന്ന് ഈശോയോട് പറഞ്ഞേ. എന്നിട്ട് ഈശോയോട് പറഞ്ഞേ, എൻ്റെ ഈശോയെ, അങ്ങയുടെ ഈ വചനം ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ നിറവേറട്ടെ. എൻ്റെ ദുഃഖങ്ങൾ ഈ നിമിഷം സന്തോഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചേ. ഈശോ അത് ചെയ്തു തരും. പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന് ഈശോ മാർത്തായിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. പ്രത്യാശയോടുകൂടി ആയിരിക്കുക. നമ്മൾ ഓരോരുത്തരുടെയും ദുഃഖങ്ങൾ സന്തോഷമായിട്ട് മാറേണ്ടതിന്, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ വിഷമങ്ങൾ നീ അറിയുന്നുണ്ട്, എൻ്റെ രോഗാവസ്ഥകൾ നീ അറിയുന്നുണ്ട്, എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ നീ അറിയുന്നുണ്ട്, എൻ്റെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നിനക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നും ഞാൻ അനുഭവിക്കുന്ന തിരസ്കരണം, ഞാൻ അനുഭവിക്കുന്ന ഏകാന്തത, എൻ്റെ കുടുംബത്തിൽ ഒത്തിരിയധികം ആളുകളുണ്ടായിട്ടും ആൾക്കൂട്ടത്തിൽ തനിയെ എന്നതുപോലെയുള്ള എൻ്റെ ജീവിതം, ഞാൻ അനുഭവിക്കുന്ന ഡിപ്രഷനുണ്ട്, ഒത്തിരിയധികം വർക്ക് ലോഡ്, ജീവിതത്തിൻ്റെ ജോലി സംബന്ധമായ ഒത്തിരിയധികം പ്രശ്നങ്ങൾ. എൻ്റെ ഈശോ, എല്ലാ വേദനകളും ഈ ദിവ്യകാരുണ്യ സമക്ഷം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവെന്ന് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ടൊന്ന് ഏറ്റുപറഞ്ഞേ. മക്കളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ മക്കളെക്കുറിച്ചുള്ള എല്ലാ ആകുലതകളും എല്ലാ ഉത്കണ്ഠകളും ഈ നിമിഷം യേശുനാഥന് മുൻപിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. വലിയ വിശ്വാസത്തോടുകൂടി നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഈ സായം സന്ധ്യയിൽ ഇടപെടുക തന്നെ ചെയ്യും, പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല എന്ന ഈ ഗാനം നമ്മൾ ആലപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളും, എല്ലാ തടസ്സങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും യേശുനാഥൻ്റെ ശക്തിയാൽ നീങ്ങിപ്പോകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, സ്വന്തം രോഗാവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. രോഗശൈലിയിലെ ഭവനങ്ങളിലായിരിക്കുന്നവർ ഈ നിമിഷം വലിയ അത്ഭുതത്തിന് വേണ്ടി, സൗഖ്യദായകനായ യേശുനാഥൻ്റെ കരസ്പർശത്തിന് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കുക. ഈ ആണ്ടിലും ഈ നൂറ്റാണ്ടിലും ഈ കാലഘട്ടത്തിലും അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല എന്ന് നമുക്ക് വലിയ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി നമ്മുടെ രോഗാവസ്ഥകളെ, ജീവിത സാഹചര്യങ്ങളെ, ജീവിത ബുദ്ധിമുട്ടുകളെ, സഹനങ്ങളെ, തകർച്ചകളെ സമർപ്പിച്ച് സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ചേർന്ന് പാടാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ.
സന്തോഷത്തോടെ പെരുമഴ പോൽ പെയ്യുന്നു. അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. രോഗസൗഖ്യമുണ്ടാകുവാൻ പെരുമഴ പോൽ പെയ്യുന്നു. അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. യേശുനാഥന്റെ തിരുരക്തത്തിന് ശക്തിയാല് രോഗസൗഖ്യമുണ്ടാകട്ടെ. യേശുനാഥന്റെ തിരുരക്തത്തിന് ശക്തിയാല് പാപബന്ധനങ്ങളിൽ നിന്ന് വിടുതലുണ്ടാകട്ടെ. യേശുനാഥന്റെ തിരുരക്തത്തിന് ശക്തിയാല് ഈ നിമിഷം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ദൈവത്തിന്റെ ഹിതമെങ്കിൽ അത് ഓരോരുത്തർക്കും ലഭിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന. എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്കെല്ലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും കൈക്കുഞ്ഞുങ്ങളുള്ളവര്, ശിശുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉറക്കം കിട്ടാത്ത ഒത്തിരിയധികം കുഞ്ഞുമക്കളുണ്ട്. അച്ഛൻ അങ്ങനെ ഒത്തിരി പേർ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, കുഞ്ഞുമക്കൾക്ക് വേണ്ടി യേശുനാഥന് സമക്ഷം നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ ഈശോ സ്പർശിക്കും. കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ അവരോരോരുത്തരും ക്രിസ്തുനാഥൻ്റെ സന്ദേശവാഹകരാകുവാനായിട്ട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമത്തത്തിൽ പെടാതെ നല്ല ക്രൈസ്തവരായിട്ട് വിശ്വാസമുള്ള ഒരു തലമുറയായിട്ട് നമ്മുടെ ഇടവകയിലെ, നമ്മുടെ കുടുംബത്തിലെ മക്കൾ ഓരോരുത്തരും വളർന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ഓരോരുത്തരെയും ഈ നിമിഷം ദിവികാരുടെ സന്നിധിയിൽ വലിയ പ്രത്യാശയോടെ സമർപ്പിച്ചുകൊണ്ട് കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വാർദ്ധക്യ സഹജമായ രോഗം മൂലം വേദന അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചന്മാര്, അമ്മച്ചിമാര്, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരും ഈ നിമിഷം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. യേശുനാഥൻ സൗഖ്യദായകനായ ദൈവം കരം നീട്ടി നിന്നെ സ്പർശിക്കുകയും നിനക്ക് ഈ നിമിഷം ഈ രാത്രിയിൽ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ രോഗസൗഖ്യത്തിന്റെ കൃപ നൽകി ദൈവം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ ആരാധന. കിടപ്പ് രോഗികളുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഈ നിമിഷം കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗത്തിന്റെ പടുകുഴിയിലായിരിക്കുന്നവർക്ക്, ആശുപത്രി കിടക്കകളിലായിരിക്കുന്നവർക്ക്, വാർദ്ധക്യ സഹജമായ രോഗം പോലുള്ളവർക്ക് എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സ്തുതിപ്പിന്റെ വേളയിൽ നിരവധി പേരെ യേശു തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ സൗഖ്യദായകനായ ദൈവമേ, സൗഖ്യദായകനായ ദൈവമേ, ഈ മക്കളെ സുഖപ്പെടുത്തണമേ. അവിടുത്തെ കരുണയാൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. എല്ലാ രോഗങ്ങളിൽ നിന്നും, എല്ലാ ബാധകളിൽ നിന്നും, എല്ലാ വേദനകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കുകയും രോഗസൗഖ്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് മോചനം നൽകുകയും ചെയ്യണമേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പിക്കൊണ്ട് എല്ലാവരും കരങ്ങൾ കൂപ്പട്ടെ. ഈ നിമിഷം കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളിൽ ആരാണ് കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കാത്തവര്? പക്ഷെ പലപ്പോഴും തെറ്റിദ്ധാരണകൾ നിമിത്തം, ചെറിയ വിദ്വേഷങ്ങൾ നിമിത്തം, പരസ്പരം ക്ഷമിക്കാൻ കഴിയാതെ വരുന്ന നിമിത്തമൊക്കെയായിട്ട് കുടുംബത്തിൽ ഒത്തിരിയധികം അസ്വസ്ഥതകളുണ്ട്. കുടുംബജീവിതത്തെ ഓർത്ത് ഒത്തിരിയധികം ആകുലപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഒത്തിരി ഉത്കണ്ഠകൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെയൊക്കെ കുടുംബത്തിൽ പലപ്പോഴും നമുക്കിഷ്ടമില്ലാത്ത പലരുടെയും സാന്നിധ്യമുണ്ട്. ഇനി ചില ഭവനങ്ങളിലാകട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നവർ കുടുംബത്തിൽ ഇല്ലാത്ത അവസ്ഥയിൽ, മരണം മൂലം വേർപെട്ട് പോയവർ, ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി വിദൂരത്തായിരിക്കുന്നവർ, ഏത് വിധത്തിൽ നോക്കിയാലും കുടുംബജീവിതത്തിൽ എപ്പോഴും കണ്ണീർ പൊഴിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് തന്നെ കുടുംബ സമാധാനം എന്ന വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും നസ്രത്തിലെ തിരുക്കുടുംബം നമുക്ക് മാതൃകയാക്കാം. നസ്രത്തിലെ തിരുക്കുടുംബത്തിലെ വിശുദ്ധ യൂസേപ്പിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാധ്യസ്ഥം യാചിച്ചുകൊണ്ട്
ഉണ്ണിയേശുവിൻ്റെ അനുഗ്രഹങ്ങൾ കാംക്ഷിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കണ്ണീരൊഴുക്കി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളിൽ സമാധാനം ശാശ്വതമായിട്ടുണ്ടാകട്ടെ. നസ്രത്തിലെ തിരുക്കുടുംബത്തിന്റെ എല്ലാ കൃപകളും വരങ്ങളും നമ്മൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. എല്ലാവരും ചേർന്ന് പാടുകേ. പെരുമഴ പോൽ പെയ്യുന്നു കുടുംബങ്ങളെ സമർപ്പിച്ച് അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. നമ്മുടെ പൊന്നുമക്കളെ സമർപ്പിച്ച് ഒരിക്കൽ കൂടെ പെരുമഴ പോൽ പെയ്യുന്നു എല്ലാ രോഗികളെയും സമർപ്പിച്ച് അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ രാത്രിയിലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മൾ നിരവധി ആളുകൾക്കും കടബാധ്യതകൾ ഉണ്ടാവാം. നമ്മുടെ ജോലി സ്ഥലങ്ങളെ ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൃഷിയിടങ്ങളെ ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കഠിനാധ്വാനത്തെ ഈശോ അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും നമ്മൾ ഒത്തിരിയധികം കഷ്ടപ്പെട്ടിട്ടും ഒത്തിരിയധികം ക്ലേശങ്ങളിലൂടെ കടന്നുപോയിട്ടും കടം മാറുന്നില്ല, കടബാധ്യതകൾ മാറുന്നില്ല. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നില്ല. എൻ്റെ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിന് ഭാരമറിയുന്നു. ഞാൻ വഹിക്കുന്ന നുകത്തിനും ഭാരമുണ്ട്. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിലെ എൻ്റെ കുടുംബത്തെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന ഈ സാമ്പത്തിക പരാധീനതയിൽ നിന്ന് എനിക്കും എൻ്റെ പൊന്നുമക്കൾക്കും എൻ്റെ ജീവിത പങ്കാളിക്കും മോചനവും വിടുതലും നൽകണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചേ. നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ കഠിനാധ്വാനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചേ. ദിവികാരുണ്യ ഈശോയുടെ വലിയ പ്രകാശം ഈ നിമിഷം നമ്മൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ പ്രത്യേകിച്ചും സാമ്പത്തിക ഭദ്രതയുടെ മേഖലയിൽ പതിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അധ്വാനത്തെയും എല്ലാ ക്ലേശങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും കൃഷിയിടത്തെയും ജോലി സ്ഥലങ്ങളെയും എല്ലാ വേദനകളെയും എല്ലാ നൊമ്പരങ്ങളെയും എല്ലാ കടബാധ്യതകളെയും ക്രിസ്തുനാഥന് സമർപ്പിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ നിന്റെ വേദന അറിയുന്നുണ്ട്. ഈശോ നിന്റെ ക്ലേശങ്ങൾ എടുത്തു മാറ്റട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം മൗനമായിട്ട് മുട്ടിന്മേലായിരുന്നു എല്ലാവരും മുട്ടുകുത്തിയിരുന്നേ. എന്നിട്ട് മൗനമായിട്ട് ഈശോയുടെ നമ്മുടെ എല്ലാ നൊമ്പരങ്ങളും ഒരിക്കൽ കൂടി ഏറ്റുപറഞ്ഞേ. ഇവിടെ അച്ഛൻ പറയാത്തതായിട്ടുള്ള എന്തെങ്കിലും നിയോഗങ്ങളുണ്ടെങ്കിൽ പ്രത്യേകം അമിത നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടാണ് ഈ ആരാധന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്നതെങ്കിൽ ആ നിയോഗം ഈശോയുള്ള വലിയ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി നേറ്റു പറഞ്ഞ്, എൻ്റെ ഈശോയെ, എനിക്ക് വേണ്ടി ഇത് നടത്തി തരണമേ, എനിക്ക് വേണ്ടി ഇത് നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. സൗഖ്യദായകനായ ഈശോ, കൃപാവരദായകനായ ഈശോ ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിയോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ മധ്യേ ജീവിച്ചു വാഴുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരു കൈകടങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ഈ രാത്രി ശുശ്രൂഷയിൽ, പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമ്മുടെ മധ്യേ സന്നിഹിതനായിരുന്ന, നമ്മളോട് വചനത്തിലൂടെ സംസാരിച്ച, ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലൂടെ നമ്മുടെ രോഗങ്ങൾ തൊട്ട് സുഖമാക്കിയ, സാമ്പത്തിക ക്ലേശങ്ങൾ എടുത്തു മാറ്റിയ, ജീവിതത്തിലെ ഓരോ ദുഃഖങ്ങളും തൻ്റേതാക്കി മാറ്റിയ യേശുനാഥന് നമുക്ക് നന്ദി അർപ്പിക്കാം. എൻ്റെ ഈശോയെ, 1000 നന്ദി. അങ്ങാണ് എൻ്റെ ഏകദൈവം, അങ്ങാണ് എൻ്റെ പരിപാലകൻ, അങ്ങാണ് എൻ്റെ രക്ഷകൻ, അങ്ങാണ് എൻ്റെ രാജാവ് എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ നിരന്തരം പ്രഘോഷിച്ചു കൊള്ളാം. അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഞാൻ അർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഒരിക്കൽ കൂടെ ഈശോനാഥന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മൾ സ്തുതിച്ച്
ദിവികാരുടെ ഈശോയുടെ ആശീർവാദത്തിന് നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ. ഞങ്ങളെ അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളെ ഏറ്റെടുത്ത കൃപയ്ക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇടപെട്ടതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് ഉത്തരം നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് യേശുവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. യേശുവേ എൻ്റെ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്ന ദൈവമേ നന്ദി പറയുന്നു കർത്താവേ. യേശുനാഥാ നീ ദൈവം. യേശുനാഥാ നീ എന്നാശ്രയം. യേശുനാഥാ നീ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ ദൈവം. യേശുനാഥാ നീ എന്നാശ്രയം. യേശുനാഥാ നീ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ ദൈവം. യേശുനാഥാ നീ എന്നാശ്രയം. യേശുനാഥാ നീ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ. യേശു പാപം മോചിച്ചു, എന്നെ മറ്റും രക്ഷിച്ചു, സന്തോഷം എന്നിൽ തന്നല്ലോ. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ. യേശു പാപം മോചിച്ചു, എന്നെ മറ്റും രക്ഷിച്ചു, സന്തോഷം എന്നിൽ വന്നല്ലോ. കരമൊന്നുയർത്തിയടിച്ച് സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ. യേശു പാപം മോചിച്ചു,